കുഞ്ഞി ചട്ടി എടുത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിളികൾക്ക് വേണ്ടിയിട്ട് ഇനി വേനൽക്കാലമുള്ള വരുന്നത് വെള്ളം കിട്ടാതെ വലയണ്ട, കുടിച്ചോട്ടെ നന്നായിട്ട്. നമ്മളിത് തളിരില നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പറിച്ചെടുക്കുന്നത്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ കാന്താരി മുളക് ഉണ്ടല്ലോ, ഇതിട്ടിട്ട് നല്ല ചീരയൊക്കെ തോരൻ വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടാക്കി കീറിയിട്ടിട്ട് ചീരത്തോരൻ ഉണ്ടാക്കിയ അതുപോലെ എല്ലാ തോരനിലും ഇടാനും നല്ല ടേസ്റ്റ്. 4 ചുറ്റും ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് നമ്മൾ ആരെങ്കിലും ഇറക്കി കൊടുക്കണം. അതുവരെ ആളതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ഇപ്പം ഇന്ന് രാവിലെയും സംഭവിച്ചതൊക്കെ തന്നെയാണ്. ഇന്ത്യയിലെ 3 കളർ കൊങ്ങിണിച്ചെടിയാണ് കേട്ടോ ഉള്ളത്. അതിൽ മഞ്ഞ കളർ കൊങ്ങിണിച്ചെടിയാണിത്. ചെടി നല്ല ഹെൽത്തി ആവാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ 19 ഇട്ട് കൊടുക്കും കേട്ടോ. ചെടി നല്ല ഹെൽത്തി ആയെന്ന് തോന്നിക്കഴിയുമ്പോൾ അതിന് DAP ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇതിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് നിത്യവഴുതനങ്ങയാണ്. ഇതിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറിച്ചിട്ട് തോരനൊക്കെ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വിത്താണ്. അപ്പോൾ വിത്തിന് വേണ്ടി കുറച്ചിട്ടതാണ് കേട്ടോ. ഇത് നല്ല നെയ്യുള്ള ചാള ഉണ്ടായിരുന്ന സമയത്ത് ആ ചാളയിലിട്ട് വാങ്ങിയ ചെറുചേമ്പിൽ ഒരെണ്ണം കാണാതെ കിടന്നിട്ട് അതിങ്ങനെ വിത്ത് മുളച്ച് കേട്ടോ. മുള വന്നപ്പോൾ ഞാനത് കുഴിച്ചിട്ടാണ്. ഒരു ചെറിയ കുഞ്ഞി കഷ്ണം, ആ കഷ്ണത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായതാണ്. മുന്തിരി ഇങ്ങനെ കാച്ചിയെടുക്കുന്നത് കാണാൻ ആർക്കും ആയാലും ഇഷ്ടമുണ്ടാവില്ലേ. അപ്പോൾ ദേ നമ്മൾ താഴെ നട്ടിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തിയ മുന്തിരിയിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കുമ്പളത്തിൻ്റെ പൂവാണെന്ന് തോന്നുന്നു. എന്തായാലും 2 പൂവ് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പയറിലയും കൂടി പറിച്ചെടുത്തു. പിന്നെ ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവും തൈയാണ്. ഇതിൽ അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. ബോഗൺവില്ല ഞാനിവിടെ ഗേറ്റിൽ ആർച്ച് വരികയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പടർത്താമെന്ന് വിചാരിച്ച് നട്ടതാണ് കേട്ടോ. അപ്പോൾ ആർച്ച് പണിയാത്തതുകൊണ്ട് ഇതിങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കൊമ്പും ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പൂക്കുന്ന ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് വളം ഇട്ട് പിന്നെ 2-3 ദിവസം വെള്ളം ഒഴിക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് ഇതിന് ഒട്ടും വെള്ളം കൊടുക്കില്ല, എന്നാലേ ഇത് നന്നായിട്ട് പൂക്കുള്ളൂ. അപ്പോൾ ദേ ഈ വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 2-3 ദിവസം ആ വളം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, വളം മണ്ണിനായിട്ടൊന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് മാത്രം 2-3 ദിവസം വെള്ളം നനച്ച് കൊടുക്കണതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നനക്കില്ല കേട്ടോ. ഗാർലിക് വൈൻ്റെ ഒരു വയലറ്റ് കളർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതുവരെ ഇതിൽ പൂവ് ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, ആകെ ഒരു പ്രാവശ്യം 1-2. ഇവിടെ മാറ്റി നട്ടതിന് ശേഷം ഇതിൽ പൂവ് ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യമെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം.